ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ചരക്കുമായി വന്ന കപ്പലിനെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോര്. കപ്പലിൽ പാകിസ്ഥാന്റെ ആണവ പദ്ധതിക്കുള്ള യന്ത്രമാണെന്നാണ് ഇന്ത്യയുടെ ആരോപണം. എന്നാൽ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട യന്ത്രമാണെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. ആണവായുധത്തിന് ഉപയോഗിക്കുന്ന യന്ത്രഭാഗങ്ങളെന്ന് സംശയിക്കുന്ന ചരക്കുമായി ചൈനയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്ന കപ്പൽ മുംബൈ JNPT തുറമുഖത്ത് വച്ചാണ് ഇന്ത്യൻ കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തത്. ജനുവരി 23-നാണ് സംഭവം. യന്ത്രഭാഗങ്ങൾ പരിശോധിച്ച DRDO സംഘം പാകിസ്ഥാന്റെ ആണവ പദ്ധതികളിൽ ഉപയോഗിക്കാൻ എത്തിച്ചതാണ് ഇവയെന്ന് അറിയിച്ചിരുന്നു. ചൈനയിലെ ഷെക്കോ തുറമുഖത്ത് നിന്ന് ചരക്ക് കയറ്റിയ മാൾട്ടയുടെ പതാകയുള്ള കപ്പലാണ് പിടിയിലായത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യന്ത്രഭാഗങ്ങൾ കണ്ടെത്തിയത്. പാകിസ്ഥാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്ക് ഇവ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സംഘം ചരക്കുകൾ പരിശോധിച്ചു. കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ ഇതിൽ നിന്ന് കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. സിവിലിയൻ സൈനിക ഉപയോഗങ്ങൾക്കുള്ള വസ്തുക്കളുടെ വ്യാപനം രാജ്യാന്തരമായി നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന വസനാർ കരാർ പ്രകാരം നിരോധിച്ച സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ. ഇന്ത്യയടക്കം 42 രാജ്യങ്ങൾ 1996 വസനാർ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതികളിൽ CNC മെഷീനുകൾ ഉപയോഗിക്കുന്നതായി ആരോപണമുണ്ട്. കൂടുതൽ അന്വേഷണത്തിൽ ഷിപ്പിംഗ് വിശദാംശങ്ങളിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്തി. ചരക്കയച്ചവരുടെയും സ്വീകരിക്കുന്നവരുടെയും യഥാർത്ഥ വിവരമല്ല നൽകിയിട്ടുള്ളത്. ഷാങ്ഹായ് JXC ഗ്ലോബൽ ലോജിസ്റ്റിക് കമ്പനി ലിമിറ്റഡിന്റെ പേരിലാണ് ചരക്ക് അയച്ചിട്ടുള്ളത്. സിയാൽകോട്ടിലെ പാകിസ്ഥാൻ വിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സ്വീകർത്താക്കൾ. എന്നാൽ 22,180 കിലോഗ്രാം ചരക്ക് യഥാർത്ഥത്തിൽ അയച്ചത് തായ്വാൻ മൈനിങ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കോ ലിമിറ്റഡ് ആണെന്ന് സുരക്ഷാ ഏജൻസികൾ വിശദ അന്വേഷണത്തിൽ കണ്ടെത്തി. പാകിസ്ഥാനിലെ കോസ്മോസ് എഞ്ചിനീയറിംഗിനാണ് ചരക്ക് അയച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ പ്രതിരോധ ഗവേഷണത്തിനും വികസനത്തിനും നേതൃത്വം നൽകുന്ന ഡിഫൻസ് സയൻസ് ആൻഡ് ടെക്നോളജി ഓർഗനൈസേഷനുമായി ചരക്കിന് ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് വിശദീകരണവുമായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നത്. ഇന്ത്യൻ ഏജൻസികൾ തടഞ്ഞ കപ്പലിൽ നിന്ന് പിടിച്ചെടുത്തത് വാണിജ്യപരമായ ചരക്കുകളായിരുന്നുവെന്നും ആണവ പദ്ധതികൾക്കുള്ള യന്ത്രങ്ങളല്ലെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. വസ്തുതകളെ തെറ്റായി ചിത്രീകരിക്കുകയാണെന്നും പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. വാണിജ്യ ലൈറ്റ് മെഷീൻ കൊണ്ടുവരുന്ന നിസ്സാരമായ കേസാണിത്. പാകിസ്ഥാനിലെ ഓട്ടോമൊബൈൽ വ്യവസായത്തിന് അവശ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന കറാച്ചി ആസ്ഥാനമായുള്ള വാണിജ്യ സ്ഥാപനമാണ് ഇത് കൊണ്ടുവന്നത്. യന്ത്രങ്ങൾ പൂർണ്ണമായും വാണിജ്യപരമായ ഉപയോഗത്തിനുള്ളതാണ്. പ്രസക്തമായ എല്ലാ രേഖകളും സഹിതം സുതാര്യമായ ബാങ്കിംഗ് ചാനലുകളിലൂടെയാണ് ഇടപാട് നടത്തിയത് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. വാണിജ്യ വസ്തുക്കൾ ഇന്ത്യ പിടിച്ചെടുത്ത നടപടിയെ പാകിസ്ഥാൻ അപലപിക്കുന്നു. സ്വതന്ത്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്ന നടപടിയാണിത്. ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു.